Good morning students. Now we are going to start a new chapter, Fundamentals of Computer. Fundamentals of Computer in the first chapter ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതിലെ ഫണ്ടമെന്റൽസ്, that means basis, കമ്പ്യൂട്ടറിന്റെ ബേസിക് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് പരിചയപ്പെടാം എന്താണ് ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റ എല്ലാവർക്കും അറിയാം അല്ലേ, ഡാറ്റ കേട്ടിട്ടുണ്ടായിരിക്കും. ദെൻ വേറൊരു ടോപ്പിക് പഠിക്കാനുള്ളത് ഇൻഫോർമേഷൻ ആണ്. ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ. ഓക്കെ, ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഡാറ്റ? നിങ്ങൾക്ക് അറിയാം അല്ലേ, നിങ്ങളുടെ പേര്, നിങ്ങളൊരു ഫോമിൽ നിങ്ങളുടെ പേര്, ഒരു ക്ലാസ്സിൽ സ്റ്റുഡൻസിൻ്റെ പേര് മാത്രം ഞാൻ ഒരു ഫോമിൽ എഴുതിയെന്ന് വിചാരിക്കാം. അതൊക്കെ എന്താണ്? ഡാറ്റകളാണ് അല്ലേ, ഡാറ്റകൾ അല്ലേ. ഓക്കെ, അത് എന്തിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നു, അതൊരു മീനിങ് ഫുൾ ആവുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത്, ഡാറ്റ ഡിനോട്ട് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സച്ച് ആസ് നമ്പേഴ്സ്, വേർഡ്സ്, എമൗണ്ട്, ക്വാളിറ്റി എക്സെട്ര ദാറ്റ് ക്യാൻ ബി പ്രോസസ്ഡ് ഓർ മാനിപ്പുലേറ്റഡ്. ഓക്കെ, ഒരു റോ ഫാക്ട്സ് ആവാം, ഫിഗേഴ്സ് ആവാം. അത് എങ്ങനെയൊക്കെ ആവാം? ചിലപ്പോൾ അതൊരു നമ്പർ ആവാം, വേർഡ് ആവാം, എമൗണ്ട്, എനിത്തിങ്, എന്തെങ്കിലും ആവാം. ഓക്കെ, അതെന്ന് പറയുന്നത് ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ് എന്തെന്ന് പറയുന്നത്, ഒരു റോ ഫാക്ട്സ് ആണ് എന്തെന്ന് പറയുന്നത് ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. 10th എക്സാം കഴിഞ്ഞപ്പോൾ +1 അഡ്മിഷൻ ചെല്ലാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്തത്? സിംഗിൾ വിൻഡോ സിസ്റ്റം വഴിയാണ് നിങ്ങൾ എന്ത് ചെയ്തത്? ഫോം ഫിൽ ചെയ്തത് അല്ലേ, കമ്പ്യൂട്ടറിലല്ലേ. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടതുണ്ടായിരുന്നു. നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലേ. അതാണോ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്? അല്ല, അതൊക്കെ ഡാറ്റാസ് ആണ് അല്ലേ. കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ് ഡാറ്റാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാളുടെ നെയിമും ജെൻഡറും കിട്ടിയാൽ അതെന്താവും? അതൊരു ഡാറ്റയാണ്. അതൊക്കെ കൂടി ചേരുമ്പോഴാണ് എന്ത് വരുന്നത്? ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സിംഗിൾ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഡാറ്റ എന്ന് പറയുന്നത്. സിംഗിൾ യൂണിറ്റ്, എ ഗ്രൂപ്പ് ഓഫ് ഡാറ്റയാണ് എന്ത്? ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റ ഡിനോട്ട് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഓക്കെ, വാട്ട് ഈസ് ഇൻഫോർമേഷൻ? ഇപ്പം നേരത്തെ പറഞ്ഞു അല്ലേ, എന്താണ്? ഗ്രൂപ്പ് ഓഫ് ഡാറ്റയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോസസ്ഡ് ഡാറ്റയാണ് എന്തെന്ന് പറയുന്നത് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ ഡാറ്റാസിനൊക്കെ എഡിറ്റ് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക, അങ്ങനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫോം കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? വാട്ട് ഈസ് ഇൻഫോർമേഷൻ? When the data is arranged in meaningful way, we get clear out. ഓക്കെ, ഒരു മീനിങ് ഫുൾ ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമേഷൻ്റെ ഒരു ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻഫോർമേഷൻ ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ ഡാറ്റാസ് ഒക്കെ കിട്ടിയിരിക്കണം. ക്ലിയർ ആയില്ലേ? ഇനി ഈ ഇൻഫോർമേഷൻ്റെ ക്വാളിറ്റീസ് എന്താണ്? എന്തൊക്കെയാണ് ക്വാളിറ്റീസ്? ഒരു ഇൻഫോർമേഷൻ, നിങ്ങളൊരു ഫോം ഫിൽ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ല, ആ ഫോം ഫിൽ ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടി. എന്തായിരിക്കും അതിൽ? ആക്യുറസി. ഫസ്റ്റ് ഈസ് ആക്യുറസി. ആക്യുറസി മീൻസ് ദ റേഷ്യോ ഓഫ് കറക്റ്റ്നെസ് ഓഫ് ഇൻഫോർമേഷൻ. ഒരു ഇൻഫോർമേഷൻ്റെ കറക്റ്റ്നെസ് പറയുന്നതാണ് ആക്യുറസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ദെൻ സെക്കൻഡ് വൺ ഈസ് ടൈംലിനെസ്. ഇൻഫോർമേഷൻ എപ്പോഴും എന്തായിരിക്കും? റൈറ്റ് ടൈമിൽ തന്നെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും അല്ലേ. അവൈലബിലിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ടൈംലിനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് റെഫേഴ്സ് ടു അവൈലബിലിറ്റി ഓഫ് ഇൻഫോർമേഷൻ അറ്റ് ദ റൈറ്റ് ടൈം. ഓക്കെ, ദെൻ തേർഡ് ക്വാളിറ്റി ഈസ്, വാട്ട് ഈസ് ദാറ്റ്? കംപ്ലീറ്റ്നെസ്. ഇൻഫോർമേഷൻ ഷുഡ് ബി complete, which make it useful in decision making. ഓക്കെ, ഡാറ്റാസ് പോലെ അൺകംപ്ലീറ്റ് ആവതല്ല, കംപ്ലീറ്റ് ആയതാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അതൊരു ക്വാളിറ്റിയാണ്. ക്ലിയർ? നെക്സ്റ്റ് ഈസ് കോൺസിസ്റ്റൻസ്. വാട്ട് ഈസ് ദാറ്റ്? ഇൻഫോർമേഷൻ ഷുഡ് ബി എ ബ്രീഫ് അല്ലേ. ഇൻഫോർമേഷൻ ഷുഡ് ബി ആസ് ബ്രീഫ് ആസ് പോസിബിൾ. വളരെ കൃത്യതയോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ, നന്നായി ബ്രീഫായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ. അപ്പോൾ അതാണ് ഇതിൻ്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഒരു കാര്യമാണ് ഡാറ്റയും ഇൻഫോർമേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡാറ്റ, ഇൻഫോർമേഷൻ. ഇപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ഡാറ്റയും ഇൻഫോർമേഷനെ കുറിച്ച് പറഞ്ഞു ഇല്ലേ? ഇനി നമുക്ക് അതിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ഫസ്റ്റ് വൺ ഈസ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? റോ ഫാക്ട്സ്. ഓക്കെ, റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ദെൻ ഇൻഫോർമേഷൻ ആണെങ്കിലോ ദാറ്റ് ഈസ് പ്രോസസ്ഡ് ഡാറ്റ. ഡാറ്റനെ എഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്ന, മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ഈസ് റോ ഫോം. പ്രൊഡക്റ്റ് ഫോമിലല്ല അല്ലേ, റോ ഫോം ആണ് അല്ലേ, കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതെന്താണ്? റോ ഫോമിലാണ് ഡാറ്റ. ദെൻ ഇൻഫോർമേഷൻ ഈസ് പ്രൊഡക്റ്റ് ഫോം. ദെൻ കനോട്ട് ബി യൂസ്ഡ് ഡയറക്ട്ലി. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? നോ അല്ലേ. ദെൻ ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ. ദെൻ ഡസ് നോട്ട് ഗീവ് ക്ലിയർ മീനിങ്. ഡാറ്റാസ് ഒക്കെ ഒരു ക്ലിയർ മീനിങ് നമുക്ക് തരില്ല. ഓക്കെ, ഇൻഫോർമേഷൻ ആണെങ്കിലോ ക്ലിയർ മീനിങ് തരും. ക്ലിയർ ആയല്ലോ? ദെൻ സിംഗിൾ യൂണിറ്റ് ആണ് ഡാറ്റ എന്ന് പറയുന്നത്. സിംഗിൾ യൂണിറ്റ് ആണ്. ദെൻ ഇൻഫോർമേഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഡാറ്റ. ഇറ്റ്സ് നോട്ട് സ്പെസിഫിക് ആൻഡ് ഇറ്റ്സ് സ്പെസിഫിക്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഒന്നും കൂടി ഡിഫറൻസ് നോക്കാം. വാട്ട് ഇസ് ഡാറ്റ? ഡാറ്റ എന്ന് പറയുന്നത് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. റോ ഫോമിലാണ്. cannot be used directly. does not give clear meaning. Data is a single unit. Then data is not specific. Information എന്തൊക്കെ പറയാം? processed data. processed data ടേം നോക്കിക്കോളൂ. നെക്സ്റ്റ് നമുക്ക് പറയാം processed data. Then it's a product form. It helps in decision making and clear meaning. Group of data is information. It is a specific. Clear? ഇതാണ് ഡാറ്റയും ഇൻഫോർമേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിരിക്കണം കേട്ടോ. ഇനി അടുത്ത എന്താണ് ഡാറ്റ പ്രോസസ്? പ്രോസസ്ഡ് ഡാറ്റ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? പ്രോസസ്ഡ് ഡാറ്റ എന്താണ്? ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡാറ്റ പ്രോസസ്സിംഗ് ഡാറ്റയെ ഇൻഫോർമേഷൻ ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഡാറ്റ പ്രോസസ്സിംഗ് എന്താണ്? ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഡാറ്റ ഇൻടു ഇൻഫോർമേഷൻ. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഡാറ്റ ഇൻടു ഇൻഫോർമേഷൻ. ഡാറ്റയെ ഇൻഫോർമേഷൻ ആക്കി മാറ്റുക അല്ലേ? അതിൽ വരുന്ന പ്രോസസ്സ് എന്തൊക്കെയായിരിക്കാം? ചിലപ്പോൾ മാനിപ്പുലേറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലേ? അല്ലെങ്കിൽ എഡിറ്റിംഗ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഫിൽറ്ററിങ്, സമ്മറൈസിങ്, കാൽക്കുലേഷൻ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു തന്നിട്ട് ഡാറ്റയെ ഇൻഫോർമേഷൻ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ഡാറ്റ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്സ്. സ്റ്റെപ്സ് ഇൻ ഡാറ്റ പ്രോസസ്സിങ്. സ്റ്റെപ്സ് ഇൻ ഡാറ്റ പ്രോസസ്സിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് പഠിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡാറ്റ ക്യാപ്ചറിങ്. What is that? Data capturing. What is that? Data capturing. Captured data അല്ലേ? ഡാറ്റയെ ക്യാപ്ചർ ചെയ്യുക, അതാണ് എന്തെന്ന് പറയുന്നത്? ഡാറ്റ ക്യാപ്ചറിംഗിൽ പറയുന്നത്. യൂഷ്വലി കളക്ട് ഡാറ്റ ത്രൂ പ്രീ ഡിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഓർ കളക്ട് ഓർ ക്യാപ്ചർഡ് ഡാറ്റ. ഓക്കെ, യൂഷ്വലി കളക്ട് ഡാറ്റ ത്രൂ പ്രീ ഡിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഓർ സോഴ്സ് ഡോക്യുമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞു ഞാൻ +1 അഡ്മിഷന് വരുന്ന ഒരു ഫോം. ആ ഫോമിൽ ഡാറ്റാസ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമുക്ക് എന്താണ് ഒരു ഫോർമാറ്റ് ഉണ്ട്, അതിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നുണ്ട് ഒരു ഡാറ്റ. ആ ഒരു ക്യാപ്ചറിങ് ആണ് എന്തെന്ന് പറയുന്നത്? ഡാറ്റ ക്യാപ്ചറിങ് എന്നത് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻപുട്ട് ഓഫ് ഡാറ്റ. ഈസി ആണല്ലേ? ഡാറ്റനെ ഇൻപുട്ട് ചെയ്യുക ടു ദി കമ്പ്യൂട്ടർ ഓർ ഫോം. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത്? ഡാറ്റാസ് ഇപ്പോൾ ഒരു ഫോമിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ പേരും ജെൻഡറും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ നമ്മൾ ഫിൽ ചെയ്യണം അല്ലേ? അപ്പോൾ ആ ഒരു ഇൻപുട്ട് കാറ്റഗറിയാണ് എന്തെന്ന് പറയുന്നത്? ഇൻപുട്ട് ഓഫ് ഡാറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? എന്താ പറയുന്നത്? കളക്റ്റഡ് ഡാറ്റ ഈസ് ഫീഡഡ് ഇൻ ടു ദി computer. Collected data is feed into the computer. Clear? Then third one, processing.
പ്രോസസ്സിങ്. വാട്ട് ഈസ് ദാറ്റ് പ്രോസസ്സിങ്? അല്ലേ, ഇൻപുട്ട് ചെയ്ത ഒരു ഡാറ്റനെ പ്രോസസ്സ് ചെയ്യണം അല്ലേ, പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്? അതാണ് പ്രോസസ്സിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രോസസ്സിങ് എന്തൊക്കെ പ്രോസസ്സിംഗ് ആണ് അവിടെ ചെയ്യുക? ഒരുപാട് പ്രോസസ്സിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ഫോർ പ്രോസസ്സിംഗ് ആൻഡ് ഫ്യൂച്ചർ യൂസേജ് ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടർ മെമ്മറി. എന്തെങ്കിലും ഒരുപാട് പ്രോസസ്സ് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റോർ ചെയ്യണം, അതാ പറയുന്നത്. ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടർ മെമ്മറി. ഓക്കെ, ദെൻ ഇതിൽ തന്നെ പറയുന്നതാണ് വേരിയസ് ഓപ്പറേഷൻസ്. ഒരുപാട് ഓപ്പറേഷൻസ് ഇതിൽ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അല്ലേ, കുറച്ച് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ. വേരിയസ് ഓപ്പറേഷൻസ് ലൈക്ക് കാൽക്കുലേഷൻസ്, ക്ലാസിഫിക്കേഷൻ, സോർട്ടിംഗ്, ഫിൽറ്ററിംഗ്, സമ്മറൈസിംഗ് എക്സെട്ര that are carried out. മനസ്സിലായില്ലേ? ഈ പ്രോസസ്സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയായിരിക്കാം? ഒന്ന് ക്ലാസിഫിക്കേഷൻ ആയിരിക്കാം അല്ലേ. ഇപ്പം നിങ്ങളുടെ ഫോമിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിനൊരു ക്ലാസിഫിക്കേഷൻ നൽകണം അല്ലേ. സോർട്ടിങ്, സമ്മറൈസിങ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു വേരിയസ് ഓപ്പറേഷൻസ് ആയിട്ട് കണക്ക് കൂട്ടാം. ഓക്കെ, ആ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, നമ്മൾ എന്തൊക്കെ ഡാറ്റാസ് ആണോ കൊടുക്കുന്നത് എന്ത് ചെയ്യണത്? സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലേ. ദെൻ സ്റ്റോറേജ് ഓഫ് ഇൻഫോർമേഷൻ, കറക്റ്റ്. ഇനി എന്താണ്, ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു എന്താണ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞത്? കാൽക്കുലേഷൻ, വാട്ട് ഈസ് ദാറ്റ് കാൽക്കുലേഷൻ? അറിയുമായിരിക്കും എന്താണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കാൽക്കുലേറ്റ്. കാൽക്കുലേഷൻ മീൻസ് അരിത്തമെറ്റിക് മാനിപ്പുലേഷൻ അല്ലേ. അരിത്തമെറ്റിക് ഇപ്പം നോക്കുക, ഒരു കാൽക്കുലേഷൻ കാര്യം നമ്മൾ നടത്തണം, എൻ്റർ ചെയ്യണം. ഓക്കെ, 3+4 എന്ന് പറയുന്നത് എൻ്റർ ചെയ്യണം, എൻ്റെ റിസൾട്ട് കിട്ടണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇൻപുട്ട് ചെയ്തു അല്ലേ. 3ഉം 4ഉം ആദ്യം ക്യാപ്ചർ ചെയ്തു, ദെൻ ഇൻപുട്ട് ചെയ്തു 3ഉം 4 എന്നുള്ളത്, ദെൻ പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ പ്രോസസ്സ് ചെയ്യണം, ദെൻ സ്റ്റോർ ചെയ്യണം അല്ലേ. പ്രോസസ്സ് ചെയ്യണം, സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏത് ഓപ്പറേഷൻ യൂസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ അവിടെ കാൽക്കുലേഷൻ ആണ് നടക്കുന്നത് അല്ലേ. ദെൻ അരിത്തമെറ്റിക് മാനിപ്പുലേഷൻ ഓഫ് ഡാറ്റ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ ഓർഗനൈസിങ് ഡാറ്റ ഇൻ ടു ദി ഗ്രൂപ്പ് അല്ലേ. ഓർഗനൈസിങ് ഡാറ്റ ഇൻ ടു ഗ്രൂപ്പ്. ദെൻ സോർട്ടിങ്, വാട്ട് ഈസ് ദാറ്റ് സോർട്ടിങ്? അറേഞ്ചിങ് ഡാറ്റ ഇൻ എ സീക്വൻസ്. ദെൻ സമ്മറൈസിങ്, റെഡ്യൂസിങ് ഡാറ്റ ടു എ യൂസബിൾ ഫോം അല്ലേ. റെഡ്യൂസ് ചെയ്യുക അല്ലേ, ഡാറ്റേനെ യൂസബിൾ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നതാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്, സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? പ്രോസസ്സിംഗ് ആൻഡ് സ്റ്റോറേജിൽ പറയുന്നത്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഈസ് ഔട്ട്പുട്ട്. എന്താണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? ഔട്ട്പുട്ട്, വാട്ട് ഈസ് ദാറ്റ്? The information obtained from the processing of the data is outputted to the user according to his need. നമ്മളുടെ ആവശ്യാനുസരണം പ്രോസസ് ചെയ്ത ഡാറ്റയിൽ നിന്ന് ഇൻഫോർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് ഔട്ട്പുട്ട് ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ദ ഇൻഫോർമേഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം ദ പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ ഈസ് ഔട്ട്പുട്ടഡ് ടു യൂസർ അക്കോർഡിംഗ് ടു ഹിസ് നീഡ്. ഓക്കെ, ദെൻ ഇത് യൂസേഴ്സിലേക്ക് എത്തിക്കുകയാണ് എന്ത്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഇൻഫോർമേഷൻ ഒബ്റ്റെയിൻഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി യൂസർ. ഓക്കെ, ദ ഇൻഫോർമേഷൻ ഒബ്റ്റെയിൻഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി യൂസർ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് സ്റ്റെപ്സ്. ഒന്നും കൂടി പറയാം. ഡാറ്റ ക്യാപ്ചറിങ്. വാട്ട് ഈസ് ഡാറ്റ ക്യാപ്ചറിങ്? ഇറ്റ് ഈസ് യൂഷ്വലി കളക്ട് ഡാറ്റ ത്രൂ pre-described format or a source document. Next is input of data. Collected data is feeds into the computer. Then processing of data. What is that? For processing and future usage, data is stored in computer memory. Okay. Then storage means various operations like calculation, classification, sorting, filtering, summarizing, etc. that are carried out. Clear? The next is output. The information obtained from the processing of the data is outputted to the user according to need. Then distribution of information. The information obtained is distributed to the users. Okay, ഏത് യൂസേഴ്സ് ആയാലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ സ്റ്റെപ്സ് ക്ലിയർ ആയി. ഇനി അടുത്ത ക്ലാസ്സിൽ
നമുക്ക് ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫങ്ഷണൽ യൂണിറ്റ്സ്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഇതുവരെ നന്നായി ഇരുന്ന് പഠിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.